കമ്പൈൻ സ്റ്റഡി ഫ്രണ്ട്സ്. നല്ല സപ്പോർട്ടായിരുന്നു. സിനു, വിനിത ചേച്ചി, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എത്ര പേര് പഠിച്ച് കയറിയിട്ടുണ്ട്? എല്ലാവരും വന്നിട്ടുണ്ട്. രാജേഷ് സാറിന്റെ ക്ലാസ് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. രാജേഷ് സാർ മോഹനൻ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. മോഹനൻ സാറിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാം വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ എക്സാമോ ഒക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നോക്കിയത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. സഹകാരി റേസ് പ്ലസിൻ്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്ക് ഹോൾഡറാണ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത്. കാരണം ഡബിൾ ഫിഗേഴ്സ് ആണ്. ഡബിൾ ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് CSV പഠിക്കാനല്ലേ നമ്മളെ വന്നത്. CSV പഠിക്കാൻ വേണ്ടി സഹകാരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരികയും ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് JSCയുടെ നോട്ടിഫിക്കേഷൻ വരികയും അതിലോട്ട് ഷിഫ്റ്റ് ആവുകയും അതിലേക്ക് വളരെ ആർജവത്തോടു കൂടി ഓൺലൈൻ ക്ലാസ്സിൽ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് 22ാമത്തെ റാങ്ക് മേടിച്ചത് നമ്മുടെ രുക്സാന ഫാത്തിമയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ മോളെ എന്തായാലും കൺഗ്രാറ്റ്സ് ഫസ്റ്റ്. അപ്പോൾ രുക്സാന, നമുക്ക് ഈ ഒരു റാങ്ക് ഇത്രയും ഉയർന്ന റാങ്ക് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോ കുറച്ച് എല്ലാരും നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുറച്ച് ആദ്യം ഒരു ഫസ്റ്റ് നമുക്ക് വന്ന ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു എളുപ്പം എന്നുള്ളൊരു സംഭവമായിരുന്നു. കാര്യം നമ്മുടെ പിള്ളേരൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് പോയത്. അപ്പോഴത്തേക്ക് എളുപ്പമാണെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വന്നു കുറച്ച് അപ്പൊ കുറെ മാർക്ക് പോയി. അങ്ങനെ മാർക്ക് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുകയാണ് ചെയ്തത്. അപ്പൊ ചെറിയൊരു പ്രതീക്ഷ വന്നു. പ്രതീക്ഷ വന്നുകൊണ്ടാണ് കേരള ബാങ്ക് കുഴപ്പിയത്. ഓക്കെ, മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഈ ആദ്യ റാങ്കുകളിലേക്ക് വന്ന ആൾക്കാർ എല്ലാവരും 2 റാങ്ക് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കേരള ബാങ്കിൽ എത്ര 790 തന്നെ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബാക്കിൽ പോയി. ഓക്കെ, പിന്നെ ആ സമയത്ത് വേറെ എന്തൊക്കെ ഇഷ്യൂസ് വന്നല്ലേ? ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും മോളെ 22ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിടിലൻ റാങ്കാണ്. കാര്യം ഫസ്റ്റ് ഡേയ്സിൽ തന്നെ കയറി പോകുന്ന കിടിലൻ റാങ്കാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തായിരിക്കുകയാണ്? ഹസ്ബൻഡ് ഫാമിലി, പിന്നെ എന്റെ കമ്പൈൻ സ്റ്റഡി ഫ്രണ്ട്സ്. ആരൊക്കെയാണ്? നല്ല സപ്പോർട്ടായിരുന്നു. സിനു, വിനിത ചേച്ചി, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എത്ര പേര് പഠിച്ച് കയറിയിട്ടുണ്ട്? എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ 2-3 ഗ്രൂപ്പുകൾ നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. അപ്പോൾ അനീഷിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ ജഗത്തിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി പ്രാധാന്യം എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണോ നേരത്തെ പരിചയപ്പെട്ട് CSCB ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കമ്പനിയായിട്ടാണ് ഇവർ ഇത്രയും പേര്. പിന്നെ അതിനുശേഷം നിയാസ്, നിഷാദ് എന്ന് പറയുന്ന വേറെ 2 പേര് JSCയുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്നു. അവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡി എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? കമ്പൈൻ സ്റ്റഡി നമ്മൾ രാവിലെ ക്ലാസ് വെക്കും. പിന്നെ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് നമ്മൾ അന്നത്തെ ടോപ്പിക്സ് തലേ ദിവസത്തെ ടോപ്പിക്ക് പഠിക്കുകയും ചെയ്യും. അതുപോലെ പിന്നെ എക്സാംസ് നമ്മൾ ഓരോ പോർഷൻസ് ആയിട്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പം ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരാഴ്ച ഒരാൾ ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അതുപോലെ നമ്മൾ 8 പേര് ചേർന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എക്സാം ഇടുമായിരുന്നു. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുമായിരുന്നു. പിന്നീട് ക്വിസ് ചെയ്യുമായിരുന്നു. സിമ്പിളായിട്ട് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ക്വിസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അത് ചെയ്യുമായിരുന്നു. സമയം കിട്ടുമ്പോൾ ഫുൾ അത് ചെയ്യുമായിരുന്നു. അപ്പം എന്തായാലും അത് വളരെ നിങ്ങൾ ശരിക്കും ഇതിനൊക്കെ സമയം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഫുൾ ടൈം പഠിത്തം. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ ലൈവും പിന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നേരം ആവുമല്ലോ. അപ്പോൾ നമുക്ക് പഠനത്തിനെ കുറേ ക്രിയേറ്റീവായിട്ട് രസകരമാക്കിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവരുടെ സ്ട്രാറ്റജി. ഭയങ്കര രസകരമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എങ്ങനെയൊക്കെ ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ടയറിങ് അല്ലേ മക്കളെ? അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ചലഞ്ചാണ്. നമുക്ക് മറ്റേ 5 ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് അവൻ എഴുതാത്ത 5 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസർ നമുക്ക് കണ്ടെത്തണം എന്നുള്ളൊരു ആ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള സമാന മനസ്കതയുള്ള ആൾക്കാരെ കണ്ടെത്താനും അല്ലേ, സൗഹൃദം ഉണ്ടാക്കാനും അതുപോലെ പരസ്പരം സപ്പോർട്ടായിട്ട് പഠിക്കാനും ഒരു ഗ്രൂപ്പോടുകൂടി ഒരുമിച്ച് തന്നെ ജോലിയിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടെ നമുക്ക് വരും. അപ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് പോലെ അല്ലേ, ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം ആശംസകളും മോളെ. രാജേഷ് സാറിന്റെ ക്ലാസ് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. രാജേഷ് സാർ മോഹനൻ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. മോഹനൻ സാറിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ്
അവസാനം എക്സാം വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ എക്സാം മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നോക്കിയത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. അതായത് നമ്മൾ ആ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഓരോ മാർക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടോപ്പുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ അത്തരത്തിൽ മോക്ക് എക്സാം ആണെന്നുണ്ടെങ്കിലും അതുപോലെ സ്ട്രാറ്റജി കംപ്ലീറ്റ് നിങ്ങളത് ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓരോന്നിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. എല്ലാം കൂടെ അതെ, റിവേഴ്സ് റിവിഷൻ കൃത്യമായിട്ട് ചെയ്യായിരുന്നു. ഇടുക്കി ഏതെങ്കിലും പരീക്ഷ മിസ്സാക്കിയിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യും. ഓക്കെ, ഇടുക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പണി കൃത്യമായിട്ട് ചെയ്തവരാണ് ആദ്യ റാങ്കിൽ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, പറയുന്ന പണി കൃത്യമായിട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.